الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന, നാളെ വിചാരണാ നിലയത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു തആലയുടെ വിധികൾ പാലിക്കുകയും വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാ. അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന. പല ആളുകളുടെയും ധാരണ അള്ളാഹു വെറുക്കുന്ന ഒരു സ്വഭാവം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിന് വെറുപ്പ് വരുന്ന എന്തെങ്കിലും സ്വഭാവം നമ്മളുണ്ടോ? അവർ അതിന് കാരണം പറയാറുള്ളത്, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ബിദ്അത്ത് പ്രവർത്തിക്കുന്നില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ശിർക്കും വ്യഭിചാരവും ബിദ്അത്തും മോഷണവുമൊക്കെ നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വലിയ ദ്വാരങ്ങളാണ്. എന്നാൽ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളുടെ ദ്വാരങ്ങളിലൂടെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായി മാറാറുണ്ട്. മോശപ്പെട്ട സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഖുതുബ ഉപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോക്കൂ. സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ. നിശ്ചയമായും അള്ളാഹു വെറുക്കുന്ന 3 സ്വഭാവങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ഖീല വഖാല, കേട്ടത് പറയുക, അല്ലെങ്കിൽ പറയപ്പെട്ടു, പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറയുക. ഇളാഅത്തുൽ മാൽ,
ധനം അധികമായി ധൂർത്തായി ചെലവഴിക്കുക. വകത്റത്തു സുആൽ, ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നാമത്തേത് കണ്ടതും കേട്ടതും പറയുക. വ്യക്തമായി അന്വേഷിക്കാതെ, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാതെ പല ഭാഗത്തു നിന്നും കേട്ട വാർത്തകൾ പ്രചരിപ്പിക്കുക. തമാശയ്ക്കു വേണ്ടി പല വാർത്തകളും പ്രചരിപ്പിക്കുന്നവർ അറിയുന്നില്ല ആ വിഷയത്തിൻ്റെ ഗൗരവം. ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു നാട്ടുകാരെ മുഴുവൻ ആക്ഷേപിച്ച് അങ്ങനെ തമാശ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവർത്തനവും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ശരീരം സാക്ഷിയാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം സാക്ഷിയാണ്, നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തുന്ന അള്ളാഹു സാക്ഷി, രേഖപ്പെടുത്തുന്ന മലക്കുകൾ സാക്ഷിയാണ്. അതിനൊക്കെ പുറമെ രാജാതിരാജനായ അള്ളാഹു സാക്ഷിയാണ്. ഇത് ഖൗലഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഖ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ തഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങളുടെ നാവുകളാൽ നിങ്ങളത് ഏറ്റുപറയുകയും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ വായ കൊണ്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അപ്പോഴാണ് അത് ബാധിക്കേണ്ടത്. അതുണ്ടായില്ല. നിങ്ങൾ ഇതൊരു നിസ്സാര കാര്യമാണ് എന്ന് ഗണിക്കുന്നു. അതാകട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതുമാകുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ആരോപണം പറഞ്ഞവർ സഹാബികളിൽ ഉണ്ടായിരുന്നു, അതേപോലെ മുനാഫിക്കുകളിലുണ്ടായിരുന്നു. ഈ മുനാഫിക്കുകൾ പച്ചക്കള്ളം കെട്ടിച്ചമച്ചത് നിഷ്കളങ്കരായ സഹാബികൾ കേട്ടപ്പോൾ അവർക്കും അത് പറയാൻ തോന്നി. അവരും അത് പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, അത് സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പറയുന്ന വാക്കിൻ്റെ ഗൗരവം കൊണ്ട് ആ സമയത്ത് തന്നെ ശിക്ഷിക്കാമായിരുന്നു അള്ളാഹുവിനെ. അള്ളാഹു അത് നീട്ടിവെച്ചിരിക്കുകയാണ് എന്നാണ് സൂറത്തുൽ നൂറിലൂടെ പറയുന്നത്. അതിനാൽ ഒരിക്കലും അറിയാത്ത വിഷയങ്ങൾ നമ്മൾ സംസാരിക്കരുത്. പ്രത്യേകിച്ചും ദീനീ വിഷയങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത വിഷയങ്ങൾ സംസാരിക്കുക എന്നത് ഏറെ ഗൗരവമുള്ള തിന്മയാണ്. ഒരു കാര്യം കണ്ടാൽ തന്നെ ആ കണ്ട കാര്യത്തിന് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും മനുഷ്യന്. ആ വ്യത്യസ്ത വീക്ഷണങ്ങൾ പലതരത്തിലായിരിക്കും. അതിൽ നിന്നു കണ്ടത് നമ്മൾ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ ആ തെറ്റ് പ്രചരിപ്പിക്കുന്നതിലൂടെ വലിയൊരു അപാകതയാണ്, തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുല്ലിന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ വമാ ളഹറ മിൻഹാ വമാ ബതൻ വൽഇത്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് അൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. പറയുക, നിശ്ചയമായും എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നത് നീചവൃത്തികളും അവയിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും പാപവും ന്യായമല്ലാതെയുമുള്ള അതിക്രമവും യാതൊരു അധികത രേഖയും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നതും മാത്രമാകുന്നു. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എണ്ണിപ്പറയുകയാണ്. ഒന്ന്, നീചവൃത്തി. അത് പ്രത്യക്ഷമായാലും പരോക്ഷമായാലും നീചവൃത്തികൾ പ്രവർത്തിക്കാൻ പാടില്ല. 2, പാപമായി എണ്ണുന്ന കാര്യങ്ങൾ. 3, ന്യായമല്ലാതെയുള്ള അക്രമങ്ങൾ. യാതൊരു രേഖയും അല്ലെങ്കിൽ തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു ശക്തിയെ, ഒരു വ്യക്തിയെ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്നതും അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ നാവ് എന്തു പറയണം ആലോചിക്കണം. ഒരു സഹാബിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി ധാരണ കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരൂ എന്നല്ല ചോദിച്ചത്. ഒരു നേതാവെന്ന നിലയ്ക്ക് ഒരാളുടെ വിവരങ്ങളെ അറിയുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രത്തോളം ഉപകാരമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നീ അത് പറയുന്നത് കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടോ? ഇല്ല റസൂലേ എന്ന്
ആ സഹാബി മറുപടി പറഞ്ഞു. രണ്ടാമത് ചോദിക്കുന്നു, നീയാ പറയുന്നത് കൊണ്ട് എനിക്കുപകാരമുണ്ടോ? ഇല്ല എന്ന് പറയുന്നു. മൂന്നാമത്തെ ചോദ്യം എന്താണ്? നീയാ പറയുന്നത് പൂർണ്ണമായും സത്യമാണെന്ന് നിനക്കുറപ്പുണ്ടോ? ഈ ചോദ്യത്തിനും ഇല്ല എന്നുത്തരം പറഞ്ഞപ്പോൾ അവിടുന്ന് എൻ്റെ മുഖം ചുമന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്തിനാണ് ആ കാര്യം എന്നോട് പറയുന്നത്? ഒരാളോട് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, ഈ കാര്യം പറയുമ്പോൾ എനിക്കെന്താണ് നേട്ടം? രണ്ടാമത്തെ ചോദ്യം, ഈ കാര്യം ആരോട് പറയുന്നോ അയാൾക്കെന്തെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായും സത്യമാണെന്നുറപ്പുണ്ടോ? ഈ മൂന്ന് ചോദ്യം ചോദിച്ചിട്ടാണ്, ഈ മൂന്ന് ചോദ്യം ചിന്തിച്ചിട്ടാണ് ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ ഒരാളെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടി വരികയില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായി ഉറപ്പില്ലാതെയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ തിന്മകളായി വരുന്ന അള്ളാഹു വെറുക്കപ്പെട്ട കാര്യമായി എടുത്തു പറഞ്ഞ കാര്യം ഇളാഅത്തുൽ മാൽ, ധൂർത്താണ്. ഇന്ന് മുസ്ലിം സമൂഹം ഗൗരവത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ് ധൂർത്ത്. ആ ധൂർത്തിനെ അത്രയും വലിയ അജണ്ടയായി കാണണം. അത്യാവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ ആളുകളുടെ കയ്യിൽ കാശില്ല, ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ കുറച്ചൊക്കെ കാശുണ്ട്. എന്നാൽ അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ ധാരാളം കാശ് കയ്യിലുണ്ട് എന്ന നിലയിലാണ്. അനാവശ്യമായ എന്ത് കാര്യം ചെയ്യാനും കാശ് പെട്ടെന്നിറക്കും. അത്യാവശ്യങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും പണം തികയാതെ വരും. കണ്ടും മൂക്കുമില്ലാതെ വിനോദയാത്രയ്ക്ക് പോകുന്നു, കണ്ണും മൂക്കുമില്ലാതെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് മാസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കുന്നുവല്ലോ, ഒരു കാശും കയ്യിലില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണം, എന്തിലേക്കാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്നാലോചിക്കണം. ഉളുവിൻ്റെ അവസരത്തിൽ പോലും ധൂർത്ത് സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ വഹുവ യതവല്ലഉ. സഅദ് റളിയല്ലാഹു അൻഹു എടുത്ത സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നടന്നുപോയി. മാ ഹാദാ സറഫു യാ സഅദ്, സഅദേ നീ എന്താണ് ധൂർത്ത് കാണിക്കുന്നത്? ഖാല അഫിൽ വുളൂഇ സറഫുൻ, വുളൂയിലുമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യോട് ചോദിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു, വുളൂയിലുമുണ്ടോ ധൂർത്ത്? ഖാല നഅം വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് ഒളുവെടുക്കുകയാണെങ്കിലും ആവശ്യത്തിന് വെള്ളമെടുത്ത് ഒളുവെടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുദ്ദുവെള്ളം കൊണ്ട്, വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് ഒളുവെടുത്തിരുന്നു. അവയവങ്ങൾ നനക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. രണ്ടു തരത്തിൽ ടാപ്പ് തുറക്കാം. ഒന്ന് മുഴുവൻ തുറന്ന് ധാരാളം വെള്ളം ഒഴുകിപ്പോകുന്ന രൂപത്തിൽ ചെയ്യാം. രണ്ട്, ആ ടാപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ ഒരു 50% 40% മാത്രം തുറന്ന് പതുക്കെ ഒളുവെടുക്കാം. പതുക്കെ ഒളുവെടുക്കുമ്പോൾ മുഴുവൻ ഭാഗവും നനയുമെന്ന് ഉറപ്പാണ്. ആ വെള്ളം ഒന്നായിട്ടൊഴുകുമ്പോൾ പെട്ടെന്നത് നിർത്തണമെന്ന കാര്യത്തിൽ ചിന്തിക്കുകയും ധൃതിയിൽ ഒളുവെടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ആ വെള്ളത്തിന് പോലും ധൂർത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കുലു, നിങ്ങൾ തിന്നണം, വശ്റബൂ, നിങ്ങൾ കുടിക്കണം, വതസദ്ദഖൂ വൽബസു, നിങ്ങൾ സദഖ ചെയ്യണം, നിങ്ങൾ ധരിക്കണം, മാലം യുഖാലിത് ഇസ്റാഫുൻ, നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ധൂർത്തു വരാൻ പാടില്ല. ഏത് കാര്യത്തിലും അങ്ങനെ അമിതത്വവും അഹങ്കാരവും ഇല്ലാത്ത വിധം തിന്നുകയും കുടിക്കുകയും ഉടുക്കുകയും ധർമ്മം കൊടുക്കുകയും ചെയ്യുവീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ് ധൂർത്ത്? അത്തബദീറുൽ ഇൻഫാഖു ഫീ ഗൈരിൽ ഹഖ്. തബ്ദീർ എന്നാൽ ന്യായമല്ലാത്ത തരത്തിൽ സമ്പത്ത് ചെലവഴിക്കലാണ് യഥാർത്ഥത്തിൽ ധൂർത്ത് എന്ന് പറഞ്ഞാൽ.
ഇനി മൂന്നാമത്തെ കാര്യം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വെറുക്കപ്പെട്ട സ്വഭാവമാണ് എന്ന് പറഞ്ഞതിൽ മൂന്നാമത്തെ കാര്യം അധികമായ ചോദ്യങ്ങളാണ്. കസ്റത്തു സുആൽ, കൂടുതൽ ചോദ്യം ചോദിക്കുക. ദഊനി മാ തറക്തുക്കും, നിങ്ങൾ എന്നെ വെറുതെ വിടണം. ഇന്നമാ ഖലഖ മൻ കാന ഖബ്ലകും ബിസുആലിൻ വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അംബിയാക്കളോടുള്ള ഭിന്നതയും കൂടുതൽ ചോദ്യം ചോദിച്ചതുമാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിപ്പിക്കപ്പെടാൻ കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫൈദാ നഹീതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു, ഞാനൊരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ, ആ കൽപ്പിച്ച നിങ്ങളോട് വിരോധിച്ചാൽ ആ വിരോധിച്ച കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും, വൈദാ അമർതുകും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യത്തെ പരമാവധി ജീവിതത്തിലേക്ക് പകർത്തി അത് പാലിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹജ്ജ് എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നതിനെ വിരോധിച്ചു. ഞാൻ എല്ലാ വർഷവും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അമിതമായ ചോദ്യങ്ങളെ അത് ചീത്ത സ്വഭാവമായി, ദുസ്വഭാവമായി, അള്ളാഹു വെറുക്കപ്പെട്ട സ്വഭാവമായി അല്ലാഹു തആലയുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കാര്യമാണ്. അള്ളാഹു വെറുക്കുന്ന വേറെയും വിഭാഗമുണ്ട്. നാലാമത്തെ ഒരു കാര്യമാണ് അഹങ്കാരം. ഖിബ്ർ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻ കാന ഫീ ഖൽബിഹി, ഒരാളുടെ ഹൃദയത്തിൽ മിത്കാല ദർറത്തിൻ, ഒരു ഓട്ടവെയിലിലെ ചെറിയ ഒരു പൊടിയുടെ കണക്ക്, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കാലിൻ്റെ അത്ര, അല്ലെങ്കിൽ ഒരു കടുകുമണിയുടെ വലുപ്പത്തിൽ മിനൽ കിബ്ർ, അഹങ്കാരം മനസ്സിലുണ്ടോ, അവൻ സ്വർഗത്തിൽ പോവുകയില്ല. എന്താണ് അഹങ്കാരം? അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കുക, ആളുകളെ ചെറുതായി കാണലാണ്. ഇത് രണ്ടുമാണ് അഹങ്കാരം. ജോലിയുടെ കാര്യത്തിൽ, കൂലിവേലയുടെ കാര്യത്തിൽ, പണക്കൊഴുപ്പിൻ്റെയും പണത്താഴ്ചയുടെയും കാര്യത്തിൽ, പല കാര്യത്തിലും പലരെയും പല തട്ടിലാക്കി കാണൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരത്തിന് വിപരീതമാണ് വിനയമെന്നത്. വിനയം എങ്ങനെ ഉണ്ടാക്കാം? നമ്മളൊരു ഉയർച്ചയിലെത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പേരുണ്ടെങ്കിൽ, നമുക്കൊരു ജോലിയുണ്ടെങ്കിൽ, നമുക്കാരോഗ്യമുണ്ടെങ്കിൽ, നമുക്ക് ശക്തിയുണ്ടെങ്കിൽ, എല്ലാം ലഭിച്ചത് ബിത്തൗഫീഖില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. നമ്മൾ അശക്തരാണ്, നമ്മൾ ദുർബലരാണ്, നമ്മൾ ബീജമായിരുന്നു, അണ്ഡാശയ ഗർഭപാത്രത്തിലെ ചെറിയ ഒന്നിനും കഴിയാത്ത ഒരു ശിശുവായിരുന്നു. പുറത്തു വന്നപ്പോൾ എണീറ്റു നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ പതുക്കെ നമ്മൾ വളർന്നപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന റബ്ബ് സഹായിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളിലുണ്ടോ എന്ന് ആലോചിച്ചു നോക്കണം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖയല, അഹങ്കാരത്തോടുകൂടി നെരിയാണിക്കു താഴെ വസ്ത്രം ധരിക്കുന്നവനെ അല്ലാഹു തആല നാളെ പരലോകത്ത് നോക്കുകയില്ല. വേറെ ഒരു ഹദീസിൽ അവരോട് സംസാരിക്കുകയില്ല, അവനെ സംസ്കരിക്കുകയില്ല, അവന് രക്ഷപ്പെടുകയില്ല എന്നൊക്കെ വേറൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിക്കു മുകളിൽ വസ്ത്രമെടുക്കാൻ പറഞ്ഞു എന്ന ആ സത്യത്തെ നിരാകരിക്കലാണ് യഥാർത്ഥത്തിൽ ആ വസ്ത്രം താഴ്ത്തുന്നതിലൂടെ സംഭവിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകവും സ്വർഗവും തർക്കിച്ചു അത്രേ. അപ്പോൾ നരകം പറഞ്ഞു, എന്നിൽ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും പ്രവേശിക്കും. അപ്പോൾ സ്വർഗം പറഞ്ഞു, എന്നിൽ എല്ലാ ദുർബലരും സാധുക്കളും പ്രവേശിക്കും. അപ്പോൾ നരകത്തോട് അല്ലാഹു പറഞ്ഞു, നീ എൻ്റെ ശിക്ഷയാണ്, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചവരെ ശിക്ഷിക്കും, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീയേൽപ്പിക്കും.
സ്വർഗത്തോട് അല്ലാഹു തആല പറഞ്ഞു, നീ എൻ്റെ കാരുണ്യമാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരോട് കരുണ കാണിക്കും. നിങ്ങൾ രണ്ടുപേർക്കും അവ നിറയെ ആളുകളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി പറയുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും നരകത്തിലായിരിക്കും. സ്വന്തം ഈച്ചക്കനുസരിച്ച് കീഴിലുള്ളവരോട് പ്രവർത്തിക്കുകയും അവരെ അതിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് അഹങ്കാരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അഹങ്കരിക്കാതെ, ധൂർത്ത് നടത്താതെ, അധികമായി ചോദ്യം ചോദിച്ച് മതത്തെ വികലമാക്കാതെ, അതെന്താണ് അങ്ങനെ, ഇതെന്താണിങ്ങനെ, മുഴുവൻ കാര്യങ്ങളും ഇവിടെ മുഴുവൻ അറിവുകളും തന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസമെന്നൊരു പദത്തിനർത്ഥമില്ല. കാരണം അള്ളാഹുവിനെ കാണാത്തത് കൊണ്ടാണ് അള്ളാഹുവുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അള്ളാഹുവിനെ കണ്ടാൽ അതോടുകൂടി വിശ്വസിക്കേണ്ട ആവശ്യമില്ല, യാഥാർത്ഥ്യമായി കണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നത് കാണാത്തത് കൊണ്ടാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവ് പരിമിതമാണ്, കഴിവ് പരിമിതമാണ്. അള്ളാഹുവാണ് നമുക്ക് മുഴുവൻ അനുഗ്രഹവും തരുന്നത്. എന്തെന്ത് സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് എന്ന് വിശ്വസിച്ച് അഹങ്കരിക്കാതെ, ധൂർത്ത് നടത്താതെ, കണ്ടതും കേട്ടതും പറയാതെ നാവിനെ അടക്കി ഒതുക്കി നിന്ന് വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ കർമ്മങ്ങൾക്ക് ചോർച്ച സംഭവിക്കുന്ന അവയവമേതെന്ന് ചോദിച്ചാൽ അത് നാവ് തന്നെയാണ്. നാവിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദറൂന മൽ മുഫ്ലിസ് ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമൻ ലഹു വലാ മതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പാപ്പരായവർ ആരാണെന്നറിയുമോ? സഹാബികൾ പറഞ്ഞു, പണവും വിഭവങ്ങളും ഇല്ലാത്തവനാണ് പാപ്പരായവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ യഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ ഫസഫക ദമ ഹാദാ വളറബ ഹാദാ വയുഅതാ ഹാദാ മിൻ ഹസനാതിഹി وهذا من حسناته فإن فنيت حسناته قبل أن يقضى ما عليه أخذ من خطاياهم فطرحت عليهم ثم طرح في النار. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ സമുദായത്തിലെ പാപ്പരായവൻ ഒരുവനാണ്. അവൻ്റെ പ്രത്യേകത എന്താ? നമസ്കാരവും നോമ്പും സകാത്തുമായി നാളെ പരലോകത്തവൻ വരും. പക്ഷേ അവൻ ഒരുത്തനെ ശകാരിച്ചിരിക്കും, മറ്റൊരുത്തനെ പറ്റി അപവാദം പറഞ്ഞിരിക്കും, വേറൊരുത്തൻ്റെ സ്വത്ത് തിന്നിരിക്കും, മറ്റൊരുവൻ്റെ രക്തം ചിന്തിയിരിക്കും. അങ്ങനെ അവർക്കൊക്കെ അവൻ്റെ പുണ്യങ്ങൾ എടുത്തു കൊടുക്കും. അവൻ്റെ കടം തീരുന്നതിന് മുമ്പ് പുണ്യം കഴിഞ്ഞു പോയാൽ അവരുടെ പാപമെടുത്ത് ഇവന് കൊടുക്കും. അങ്ങനെ അവൻ നരകത്തിൽ തള്ളപ്പെടും. ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം, നമ്മളെ ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ, നമ്മളെ ഒരാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാളുടെ നമസ്കാരം ഇങ്ങോട്ടെടുത്ത് നമുക്ക് തരും, അയാളുടെ നോമ്പെടുത്ത് നമുക്ക് തരും, അയാളുടെ ജക്കാത്ത് എടുത്ത് നമുക്ക് തരും. അയാളിലുള്ള നന്മകളൊക്കെ അയാൾ വീണ്ടും വീണ്ടും ഉപദ്രവിച്ച് അയാളുടെ നന്മകളൊക്കെ തീർന്നു പോയാൽ നമ്മൾ ചെയ്ത തിന്മകൾ അയാൾക്ക് തിരിച്ചു കൊടുക്കും.
അങ്ങനെ നമ്മൾ ഒരാൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ അയാളുടെ തിന്മകളൊക്കെ ഉപദ്രവിക്കുന്നവൻ്റെ അടുക്കലേക്ക് പോവുകയും ഉപദ്രവിക്കുന്നവൻ്റെ നന്മകളൊക്കെ അയാളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഉപദ്രവിച്ചവൻ നാളെ പരലോകത്ത് പാപ്പരായിട്ട് വരും. ഇന്നൽ അബ്ദല യഅതി യൗമൽ ഖിയാമ ബിഹസനാതി അംസാരി ജിബാലിൻ ഫയജിദു ലിസാനഹു ഖദ് ഹദമഹ അലൈഹി കുല്ലഹ. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഒരടിമ ഖിയാമത്ത് നാളിൽ പർവ്വത സമാനമായ നന്മകളുമായി വരും. ഒരു പർവ്വതം കണക്കെ അയാൾക്ക് നന്മയുണ്ടായിരിക്കും. അപ്പോൾ തൻ്റെ നാവ് ആ നന്മകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞതായി അവൻ കണ്ടെത്തും. മറ്റുള്ളവരെ നാവ് കൊണ്ട് ഉപദ്രവിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണക്കാരനായ അവയവമാണ് നാവ് എന്ന് തിരിച്ചറിയണം. നമ്മളെന്തു പറയുന്നുവോ അതെല്ലാം രേഖപ്പെടുത്തി വെക്കും. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ നിരീക്ഷകർ തൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരു വാക്കും ഒരാളും ഉച്ചരിക്കുന്നില്ല. ഈ ഖുതുബ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വ്യക്തമായി എന്നിലേൽപ്പിക്കപ്പെട്ട മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം. നല്ല സംസാരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? നല്ലത് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ടോ, നാളെ ആഖിറത്തിലെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ, അവരെന്തു ചെയ്യണം? ഫല്യകുൽ ഖൈറ, നല്ലത് പറയണം. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നല്ലത് പറയാൻ കഴിയാത്തവൻ എന്തു ചെയ്യണം? മിണ്ടാതിരിക്കണം. മിണ്ടാതിരിക്കുക എന്നത് ഭോഷത്വമല്ല, വിഡ്ഢിത്തമല്ല. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ബുദ്ധിമാൻ ചിന്തിച്ച് സംസാരിക്കും, എന്നാൽ വിഡ്ഢി സംസാരിച്ചതിനു ശേഷം ചിന്തിക്കും. നമ്മൾ സംസാരിച്ചതിന് ശേഷം ചിന്തിക്കുന്ന ഒരനുഭവം നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ വിഡ്ഢിയാണ്. മറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഞാനിങ്ങനെ സംസാരിച്ചാൽ പരലോകത്തും ഇഹലോകത്തും എനിക്കെന്താണ് നേടാനുള്ളത് എന്ന് ചിന്തിച്ച് സംസാരിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മൾ ബുദ്ധിമാന്മാരാകണം. ആരോട്, എന്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന ബോധം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നാവ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക എന്നതാണ് നാവ് കൊണ്ട് പറയുന്ന ഏറ്റവും നല്ല വർത്തമാനം. ധാരാളമായി ദിക്ർ ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും ഇസ്ലാമിനെ കുറിച്ച് നാവ് കൊണ്ട് പറയാനും മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും നാവ് ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാവിൻ്റെ ഉടമസ്ഥനാവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് തഖ്വയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ഏറ്റവും ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്ന മരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല അത്തരം ആളുകളുടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലുള്ള കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാനും ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.